ദാമ്പത്യം. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 18. ഏട്ടത്തിക്കിപ്പോൾ കുറവുണ്ടോ? ഒട്ടൊരു വെപ്രാളത്തോടെ അതും ചോദിച്ചുകൊണ്ടാണ് ദമയന്തി രാധയുടെ മുറിയിലേക്ക് കയറി ചെന്നത്. കട്ടിലിനെതിരായി കിടക്കുന്ന സെറ്റിയിലേക്ക് അവർ അനുവാദം ചോദിക്കാതെ കയറിയിരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ പൊട്ടിയോ എല്ല് കൂടിച്ചേരുവോ ദമയന്തി? വന്നു പോയിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാധയ്ക്ക് അവരുടെ സംസാരം ഉള്ളിലൊരു നീരസമുണ്ടാക്കി. അതുമാത്രമല്ല, നാത്തൂൻ്റെ വരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഏകദേശം മനസ്സിലായതുകൊണ്ട് തന്നെ ദമന്തിയോട് സംസാരിക്കുവാൻ രാധയ്ക്ക് ഇത്തിരി താല്പര്യക്കുറവ് തോന്നിയിരുന്നു. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിയെ വന്ന് അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? വേണ്ടെന്ന് പറഞ്ഞിട്ടാ. അല്ലായിരുന്നേ ഏട്ടത്തിക്ക് ഭേദമാവുന്നവരെ ഞാനിവിടെ വന്ന് നിന്നേനെ. രാധയുടെ അടുത്ത് നിൽക്കുന്ന 35-കാരിയായ ഹോം നേഴ്സിനെ ഒന്ന് പാളി നോക്കിയിട്ട് അവരൊന്നിരുത്തി പറഞ്ഞു. അതിനുള്ള മറുപടി രാധ കൊടുത്തില്ല. വെറുതെ എന്തിനാ പറഞ്ഞു മുഷിയുന്നത് എന്നവരോർത്തു. കുറച്ചു നേരം പിന്നീട് സംസാരമൊന്നും ദമയന്തിയിൽ നിന്നും ഉണ്ടായില്ല. ഹോം നേഴ്സ് രാധയോട് അനുവാദവും വാങ്ങി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവരുടെ സംസാരത്തിനിടയിൽ താൻ എന്തിനാ അധികപ്പറ്റായിട്ട് നിൽക്കണം എന്നൊരു ഭാവത്തോടെ. ഞാനൊരു കാര്യം പറയാനും കൂടി ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നത്. ഹോം നേഴ്സ് ഇറങ്ങിപ്പോയെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി അവർ തിക്കും പൊക്കുമൊന്ന് നോക്കി. ശേഷം അവർ രാധയോട് രഹസ്യം പറയുന്നത് പോലെ പറഞ്ഞു. അവർ പറയുവാനായി പോകുന്ന കാര്യങ്ങൾ ഊഹിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ രാധ ദമയന്തിയുടെ മുഖത്തേക്ക് അലസമായി നോട്ടമെറിഞ്ഞു. അനുമോള് അവൾ ആകെ സങ്കടത്തിലായേട്ടത്തി. ആദിമോനെ മറക്കാൻ പറ്റുന്നില്ലെന്നാണ് അവളിപ്പോൾ പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടിപ്പോൾ കൊച്ചിന് ഊണുമില്ല ഉറക്കവും ഇല്ല. എപ്പോഴും ആദിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ഒരേ കരച്ചില. ഞാൻ എന്താ ഏട്ടത്തി ചെയ്യേണ്ടത്? ഏട്ടത്തി ഒന്ന് പറയേ. ഞാൻ പറഞ്ഞ ആദിമോൻ കേൾക്കുവോ? അന്നത്തെ സംഭവം ഉണ്ടായ പിന്നെ അവൻ എൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കുന്നില്ല. കണ്ണിന് മുന്നിൽ കണ്ട ദേഷ്യത്തോടെ തലതിരിച്ച് പോകുക അവൻ. എന്തൊക്കെയാണെങ്കിലും കുഞ്ഞായിരുന്നപ്പോൾ ഞാനല്ലേ അവനെ എടുത്തോണ്ട് നടന്ന്. അവൻ്റെ അപ്പച്ചിയല്ലേ ഞാൻ. മൂക്ക് പിഴിഞ്ഞ് സാരത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവരെന്തിനോ വേണ്ടി കണ്ണീർപ്പുഴയൊരുക്കി. ഇടയ്ക്ക് മുറയ്ക്ക് ഏങ്ങലടിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തിക്ക് മാത്രമേ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എൻ്റെ മോളെ അനാഥയാക്കരുത്. വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. പെറ്റ വയറിൻ്റെ സങ്കടമാണെന്ന് കരുതിയാൽ മതി. ഏട്ടത്തി ആദിമോനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം എൻ്റെ മോളെ സ്വീകരിക്കാൻ. കഴിഞ്ഞതൊക്കെ മറക്കാൻ പറയണം. എല്ലാം എൻ്റെ മോളുടെ തെറ്റാ. അന്നത്തെ അവളുടെ എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ നടന്നതാ. ഏട്ടത്തി കൂടി കൈവിടിഞ്ഞ എൻ്റെ മോള് വല്ല ആത്മഹത്യയും ചെയ്യും. ദമയന്തി അവരുടെ മുൻപിലിരുന്നു പൊട്ടി പൊട്ടി കരയുവാനായി തുടങ്ങി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ രാധ അവരെ തന്നെ നോക്കിയിരുന്നു, ഒരു വാക്കുപോലും ഉരിയാടാതെ. അവരുടെ വിവാഹം നടത്തി കൊടുത്തിക്കൂടെ? അവരെ നമുക്ക് ഒന്നിപ്പിക്കാം. ഇനിയൊരു തെറ്റും എൻ്റെ മോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഏട്ടത്തി. ദമയന്തി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് രാധയുടെ അടുത്തേക്കായി നടന്നു ചെന്നു, കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട്. ദമയന്തി വല്ലതും കഴിച്ചോ? എല്ലാം കേട്ടിട്ടും അതിന് മറുപടിയൊന്നും കൊടുക്കാതെ ആ ഒരൊറ്റ ചോദ്യം മാത്രമേ രാധയുടെ നാവിൽ നിന്നും അപ്പോൾ പുറത്തേക്ക് തെറിച്ചുള്ളൂ. ഇല്ല ഏട്ടത്തി, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. താൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാതെ ഇരിക്കുന്ന രാധയെ അവർ അമ്പരപ്പോടെ നോക്കി. ഉള്ളിലവർക്ക് ഏട്ടത്തിയോട് വല്ലാത്ത അമർഷം തോന്നിയെങ്കിലും ദമയന്തി അത് അടക്കി പിടിച്ചു. ആഹാരം സമയത്തിന് കഴിക്കണം ദമയന്തി, അല്ലെങ്കിൽ ശരീരത്തിന് നന്നല്ല. പോയി വല്ലതും വയറ് നിറച്ച് കഴിക്ക്. എന്നിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോകാൻ നോക്ക്. അവിടെ പിള്ളേരൊറ്റയ്ക്കല്ലേ? രാധ തിരിച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. അല്ലേട്ടതി, ഞാൻ പറഞ്ഞ കാര്യം? ഒട്ടൊരു ചോദ്യഭാവത്തോടെ അവർ രാധയെ ഉറ്റുനോക്കി. കുഴി മൂടിയതൊന്നിനെയും മാന്തി പുറത്തേക്കെടുക്കുവാൻ ഇനിയും ഞാൻ ഒരുക്കമല്ല ദമയന്തി. പറഞ്ഞത് പറഞ്ഞു. ഇനി ഇക്കാര്യവും പറഞ്ഞ് നാത്തൂൻ ഈ കാവുംപാട്ട് വീടിൻ്റെ പടി ചവിട്ടരുത്. എൻ്റെ ഭർത്താവിൻ്റെ അനിയത്തിയാണെന്നുള്ള ബോധമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും മര്യാദയ്ക്ക് നിന്നോട് സംസാരിക്കുന്നത്. അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. നീയും നിൻ്റെ മകളും കൂടി ഇവിടെ കിടന്നാടിയ പൊറോട്ട് നാടകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിറങ്ങിപ്പോകാൻ ഞാൻ പറയില്ല. പക്ഷേ അപ്പച്ചിയെ തല്ലി എന്നൊരു ചീത്തപ്പേര് എൻ്റെ മകന് നീ പതിച്ചു കൊടുക്കരുത്. ഉറപ്പോടെ ശക്തമായി അത്രയും പറയുമ്പോഴും രാധയുടെ ശബ്ദം ഒട്ടും ഉയർന്നില്ല. അവരുടെ മുഖം പതിവ് പോലെ അപ്പോഴും ശാന്തമായിരുന്നു.
ദമയന്തിക്ക് മുഖത്തിനിട്ട് അടി കിട്ടിയതുപോലെ തോന്നി. തൻ്റെ വീട്ടിൽ നിന്നും തന്നെ ഇവർ ആട്ടി പുറത്താക്കിയിരിക്കുന്നു. നാണക്കേട് കൊണ്ട് അവരുടെ തല കുനിഞ്ഞുപോയി. പിന്നീട് ഒരു നിമിഷം പോലും ദമയന്തി അവിടെ നിന്നില്ല. ചാടിത്തുള്ളി മുറിക്ക് പുറത്തേക്ക് കടന്നതും അവർ കണ്ടു തനിക്കായി അവിടെ കാത്തു നിൽക്കുന്ന വിശ്വംഭരനെ. ഏട്ടാ, അവർ കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ഓടിച്ചെന്ന് ചാരി നിന്നു. എന്താടി, എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? രാധ എന്തു പറഞ്ഞു? തൻ്റെ ദേഹത്ത് നിന്ന് മടർത്ത് മാറ്റി നിർത്തിയിട്ട് അയാൾ തൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി. ഞാൻ ഈ വീട്ടിലെ ആരാ ഏട്ടാ? ആരാ? എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലേ? കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞ് ഇതെൻ്റെ വീടല്ലാതാകുമോ? ഇച്ചിരി കാശിനെ ഞങ്ങൾക്ക് കുറവുള്ളൂ. അഭിമാനം ഇപ്പോഴും ഉണ്ട്. അവരെന്തൊക്കെയോ വീണ്ടും വീണ്ടും പുലമ്പിക്കൊണ്ട് നിർത്താതെ കരഞ്ഞു. ദമയന്തി, നീ കാര്യം എന്താണെന്ന് ഇപ്പോഴും പറയുന്നില്ല. അനിയത്തിയുടെ കണ്ണുനീര് അയാളിൽ വല്ലാത്ത സങ്കടമുണർത്തി. ആകെയുള്ളൊരു പെങ്ങളാണ്. അച്ഛനും അമ്മയും പോയതിൽ പിന്നെ പൊന്നെ പൊടിയെ എന്നും വളർത്തിക്കൊണ്ട് എന്നും പറഞ്ഞ് താനാണ് ഇവളെ വളർത്തിയത്. തൻ്റെ ആദ്യത്തെ കുഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് മധു എന്നൊരാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞതും അയാളുടെ നിലയും വിലയും നോക്കാതെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. അങ്ങനെ പോലെ അവളുടെ കണ്ണുനീര് ഈ വീട്ടിൽ വീഴരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ അവളാണിപ്പോൾ ഇങ്ങനെ നെഞ്ച് തകർന്ന് പൊട്ടിക്കരയുന്നത്. എടി, നീ കാര്യം എന്താണെന്ന് പറ. അയാൾ ഇത്തിരി ഗൗരവത്തോടെ തന്നെ തിരക്കി. കരച്ചിലൊന്ന് നിർത്തിയിട്ട് രാധ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടൊരു പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് അവർ വിശ്വത്തിനോട് പറഞ്ഞു കൊടുത്തു. ഏട്ടൻ ഇനി പറയ്, ഞാൻ എൻ്റെ മോളെ എന്താ ചെയ്യുന്നത്? അവളെ കൊന്നു കുഴിച്ചു മൂട്ടണോ? ഏട്ടൻ വളർത്തിയ കുട്ടി തന്നെയല്ലേ അവളും. അവളുടെ ജീവിതം ഇങ്ങനെയാവുന്നതിൽ ഏട്ടന് വിഷമമൊന്നുമില്ലേ? അനീതിയുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയാതെ അയാൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ആരെയും ന്യായീകരിക്കാൻ കഴിയാതെ. രാധ ഒരിക്കലും അനാവശ്യമായിട്ട് ഒരു കാര്യവും ആരോടും സംസാരിക്കുകയില്ല. അവളുടെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ ശരിയാണ്. പക്ഷേ മറുവശത്ത് തൻ്റെ അനിയത്തിയുടെ സങ്കടം കാണുമ്പോൾ താൻ തളർന്നു പോകുന്നു. അയാൾ തലയ്ക്ക് ചൂട് പിടിച്ചതുപോലെ കൈകൾ തലയിൽ താങ്ങിക്കൊണ്ട് സെറ്റിയിലേക്കായി ചെന്നിരുന്നു. ഞാൻ പോണു ഏട്ടാ. ഇനി ഞാനോ എൻ്റെ മകളോ ഒരിക്കലും ഒരാവശ്യത്തിനും കൈ നീട്ടി യാചിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഏട്ടൻ ഓർക്കണം. ആദിമോൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് എൻ്റെ മോൾക്ക് ഈ ഒരു ഗതി വന്നത്. അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് എൻ്റെ കുഞ്ഞിപ്പോൾ അനുഭവിക്കുന്നത്. എന്നിട്ടും അവനെ തന്നെ മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന എൻ്റെ അനുമോളുടെ മനസ്സ് മാത്രം ഏട്ടൻ എന്താ കാണാത്തത്? എൻ്റെ കുഞ്ഞ് അത്രയ്ക്കും മനസ്സിൽ നന്മയുള്ളവളാ. പോണേട്ടാ. എൻ്റെ പൊന്നുമോളുടെ ശാപം ആദിമോൻ്റെ തലയിൽ വീഴാതിരിക്കാൻ ഏട്ടൻ മുട്ടിപ്പായി ഒന്ന് പ്രാർത്ഥിച്ചോ. അത്രയും പറഞ്ഞിട്ട് വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞിപ്പെങ്ങളെ നോക്കി അയാൾ നിശ്ചലനായി ഇരുന്നു. ഒരു തുള്ളി കണ്ണുനീർ അയാളുടെ കണ്ണുകളിൽ നിന്നും അപ്പോൾ ഒഴുകിയിറങ്ങിയിരുന്നു. സ്കൂളിൽ ചെല്ലേണ്ട ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാണ് ദേവി തത്തയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. സ്കൂളുള്ള സമയങ്ങളിൽ നീലിമയുടെ സ്കൂട്ടിയിൽ പോകുന്ന പതിവുള്ളത് കൊണ്ട് തന്നെ അധികം ബസ്സിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. വേഗം വാ മോളെ, ചെന്നിട്ട് പെട്ടെന്ന് വരേണ്ടതാ. കുഞ്ഞിൻ്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് റോഡിൻ്റെ വലതുവശം ചേർന്നവൾ വേഗത്തിൽ നടന്നു. ബസ് കയറി സ്കൂളിൽ ചെല്ലുന്നിടം വരെ ആദ്യമാണ്. കുറച്ചു നാളുകൾക്ക് മുൻപേ സുധിയിൽ നിന്നും ഏറ്റ അനുഭവങ്ങൾ തന്നെ കാരണം. അതുകൊണ്ട് തന്നെ ചുറ്റിനും നോക്കിക്കൊണ്ട് തന്നെയാണ് പെണ്ണിൻ്റെ നടപ്പ്. സ്വയം സൂക്ഷിക്കാൻ മാത്രമല്ലല്ലോ, തൻ്റെ മോളുടെ സുരക്ഷ കൂടി തൻ്റെ കയ്യിലാണല്ലോ എന്ന് ഓർമ്മ വന്നപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പെട്ടെന്നാണ് അവരുടെ മുൻപിൽ ഒരു കാർ വന്ന് ബ്രേക്കിട്ട് നിന്നത്. പൊടുന്നനെ ആയതുകൊണ്ട് തന്നെ അവളൊന്ന് പേടിച്ച് പിന്നോട്ടേക്ക് ആഞ്ഞു പോയിരുന്നു. എങ്കിലും കുഞ്ഞിനെ ദേഹത്തേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ നേരെ നിന്നു, പേടിയോടെ. പൊടുന്നനെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വലത്തുവശത്തുള്ള വിൻഡോ ഗ്ലാസ് താഴ്ന്നു വന്നു. ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ ശാസിച്ചുകൊണ്ട് ദേവിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. ഇവരെന്തിനാണ് പിന്നെ ഇവിടെ കയറി നിരങ്ങുന്നത്? അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഈ വരവൊന്ന് നിന്നതായിരുന്നു. തലേ ദിവസം തത്തമ്മയെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ആദിയെ അത്രമേൽ തളർത്തിയിരുന്നു. ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്ന ദമയന്തി അപ്പച്ചിയും തൻ്റെ അച്ഛനും എന്തോ ഗൂഢാലോചനയിലായിരുന്നു രണ്ടുപേരും. തന്നെ കണ്ടപ്പോഴേക്കും
പതിയെ ആ സംസാരം നിർത്തിയിരുന്നു. ആ വശത്തേക്ക് നോക്കാനേ പോയില്ല. അല്ലെങ്കിൽ തന്നെ പഴയതൊന്നും അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. തത്തയും കൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി. ആദിമോനെ എന്നൊരു വിളി പിന്നിൽ നിന്ന് വന്നുവെങ്കിലും നോക്കുവാൻ താൻ കൂട്ടാക്കിയില്ല. എന്തെങ്കിലും ആവശ്യം കാണും, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പതിവില്ലാത്ത രീതിയിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ലല്ലോ. അമ്മയെ കാണാനാണ് വരുന്നതെന്ന് ഒരു പേരും. ഓരോന്നും ആലോചിച്ചുകൊണ്ടവൻ മുറിയിലെ മുകളിലെ നിലയിലുള്ള ബാൽക്കണിയിലെ കസേരയ്ക്കിൽ ചാരിക്കിടന്നു. കയ്യിൽ എരിയുന്ന സിഗരറ്റിനെ അവൻ ആവേശത്തോടെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് മെല്ലെ ഊതിക്കളഞ്ഞു. അവ വലയങ്ങൾ തീർത്തുകൊണ്ട് മെല്ലെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. മോനെ, രാവിലത്തെ പ്രാതൽ കഴിച്ചില്ലല്ലോ, വിളമ്പി വെക്കട്ടെ? ജാനകി അങ്ങോട്ടേക്ക് വന്ന് വിളിച്ചപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ. വേണ്ട ആൻറ്റി, വിശക്കുമ്പോൾ ഞാൻ വന്ന് കഴിച്ചോളാം. അവൻ അവരെ നോക്കിക്കൊണ്ട് മറുപടി നൽകി. അമ്മ അന്വേഷിച്ചിരുന്നു. അവർ വീണ്ടും പറഞ്ഞു. ഞാൻ വന്നോളാം. അവൻ്റെ മറുപടിയിൽ ജാനകി അപ്പോഴേക്കും അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു. എരിഞ്ഞു തീരാറായ സിഗരറ്റ് കുറ്റി മുൻപിലായി ടീപ്പോയിലിരിക്കുന്ന ആഷ്ട്രയിലേക്ക് കുത്തി ഞെരിച്ചു കെടുത്തിയിട്ട് അവൻ അലസമായി മുറ്റത്തേക്ക് കണ്ണുകൾ പായിച്ചു. അപ്പോഴാണ് ദേവികയും തത്തക്കുഞ്ഞും നടന്ന് എങ്ങോട്ടേക്കോ പോകുന്നത് അവൻ ശ്രദ്ധിച്ചത്. വെയിലത്ത് അമ്മയോടൊപ്പം നടന്നു പോകുന്ന കുരുന്ന് അവനിൽ ഇത്തിരി വേദന നിറച്ചു. എന്തൊക്കെയോ ദേവികയുടെ വലിയ വായി സംസാരിച്ചു കൊണ്ടാണ് പെണ്ണിൻ്റെ നടപ്പ്. ഒറ്റയ്ക്കെവിടെയും പോകരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. ദേവികയോട് ഉള്ളിൽ ചെറിയൊരു ദേഷ്യം എന്തിനോ വേണ്ടി അവനിൽ പൊട്ടിമുളച്ചു. ദേഷ്യത്തോടെ മുറിയിൽ കയറി കാറിൻ്റെ താക്കോലും എടുത്തുകൊണ്ടവൻ പുറത്തേക്ക് പാഞ്ഞു. താനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം അവനിൽ അശേഷം ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള വിചാരം അവനെ എപ്പോൾ അലട്ടിയിരുന്നുമില്ല. ദേവികയും കുഞ്ഞും മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ. തൊട്ടരികിലായി നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വശത്തുള്ള വിൻഡോ ഗ്ലാസ് മെല്ലെ താഴ്ന്നു വന്നു. അതാരാണെന്ന് അറിയുവാൻ വേണ്ടി ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ ശാസിച്ചുകൊണ്ട് ദേവിക കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പെണ്ണാണ് ഇരിക്കുന്നത്, അതും വളരെ പരിഷ്കാരിയായ ഒരുവൾ. കാവുമ്പാട്ടെ ഗസ്റ്റ് ഹൗസിലെ താമസക്കാരിയാണോ നീ? അതും ചോദിച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നവൾ പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു ടൈറ്റ് ജീൻസും ക്രോപ്പ് ടീഷർട്ടുമാണ് ആളിൻ്റെ വേഷം. ഇവൾ തന്നെയാ ജീനയത്. അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരുവളും കൂടി പുറത്തേക്ക് വന്നിരുന്നു. അവളെ കണ്ടതും ദേവികയ്ക്ക് ആളെ മനസ്സിലായി. അനാമിക, കാവുമ്പാട്ട് ആദിദേവിൻ്റെ ആദ്യ ഭാര്യ. ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സായി പിരിഞ്ഞു നിൽക്കുന്നവർ. ഇവൾ ദുഷ്ടയാണെന്നും മഹർഷിയെ ചതിച്ചതാണെന്നും ഇട്ടിട്ട് പോയതാണെന്നുമൊക്കെ ജാനകി ചേച്ചി പറഞ്ഞുള്ള അറിവാണ്. എന്തൊക്കെയാകണമെങ്കിലും ഇവരെ സൂക്ഷിക്കണം, ദേവിക മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ ഇതാണ് ആദിദേവിൻ്റെ തത്തമ്മ അല്ലേ? കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ജീന അനാമികയോടൊറ്റൊരു പുച്ഛത്തോടെ തിരക്കി. ഇത് തന്നെ. അനാമിക അപ്പോഴേക്കും ജീനയുടെ അടുത്തായി ചെന്ന് നിന്നിരുന്നു. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്തു വേണം? അനാമികയും അവളുടെ കൂടെ നിൽക്കുന്നവളെയും നോക്കി ദേവിക നീരസത്തോടെ ചോദിച്ചു. ഒന്നാമത് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. സമയത്തിന് ചെന്നില്ലെങ്കിൽ ബസ് അതിൻ്റെ പാട്ടിന് പോകും. ഇപ്പോൾ തന്നെ താമസിച്ചു. അതിനിടയിലാണ് ഇതുങ്ങളുടെ ഒരു വരവ്. ദേവികയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു തരില്ലേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അമ്മയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി പരിഭ്രമത്തോടെ നിൽക്കുന്ന തത്തയുടെ താടിത്തുമ്പിലൊന്ന് പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ജീന ചിരിച്ചു. നിങ്ങൾ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത്? എനിക്ക് പോണം. കുഞ്ഞിന് മുഖത്തു നിന്നുള്ള അവളുടെ കൈ തട്ടി മാറ്റിയതിന് ശേഷം ദേവിക മുന്നോട്ടേക്കായി നടക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങ് പോകാതെ ദേവികയെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അവരെ പോകാൻ അനുവദിക്കാതെ ജീന മുന്നിലേക്ക് കയറി തടസ്സമായി നിന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളോട് സംസാരിക്കേണ്ട ഒരാവശ്യം എനിക്കില്ലതാനും. മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറ്. അവരോട് ദേഷ്യപ്പെട്ടവൾ. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയിക്കാനാണല്ലോ ഞങ്ങളിപ്പോൾ വന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെക്കൊണ്ട് ദേവികയ്ക്ക് ആവശ്യമില്ലെന്ന് ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞാൽ എങ്ങനെയാ? ഒരാളെ കൊണ്ട് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ജീനയുടെ മുഖത്ത് പുഞ്ചിരി മാറി അവിടെ ഒരുതരം പുച്ഛം വിരിഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പേടിയോടെ നിൽക്കുന്ന തത്തമ്മയെ
ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ദേവിക അത് ചോദിച്ചത്. ഇപ്പോഴാ നീ ഞങ്ങളുടെ വഴിയെ വന്നത്. ജീന പൊട്ടിച്ചിരിച്ചു. നിങ്ങളെന്താ ആളെ പൊട്ടന്മാരാക്കുവാണോ? ദേവികയിൽ ദേഷ്യം നിറഞ്ഞു. ഏയ് കൂൾ ദേവിക, കൂൾ. ഞങ്ങൾക്ക് വേണ്ട ഒരേ ഒരു കാര്യം, അത് ആദിദേവാണ്. ജീന അവളെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലായില്ല. അവൾ പറയുന്ന കാര്യം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ദേവിക വീണ്ടും ചോദിച്ചു. ആദിക്ക് നിന്റെ കൊച്ചിനെ വലിയ ഇഷ്ടമാണല്ലോ. ആ ചോദ്യം ചോദിച്ചത് അനാമികയായിരുന്നു, ഒട്ടൊരു പുച്ഛത്തോടെ. അതുകൊണ്ട് ദേവികയ്ക്ക് അത് കേട്ടതും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതെനിക്കിഷ്ടമല്ല. ഒരു നിമിഷം പോലും ആലസ്യമില്ലാതെ അനു പറഞ്ഞു നിർത്തി. നോക്കൂ അനാമിക, നിങ്ങൾ എന്താണ് പറഞ്ഞതെന്നും എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നും ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ ഒരു വാടകക്കാരി മാത്രമാണ്. എൻ്റെ കുഞ്ഞിനെ ആ വീട്ടിലുള്ളവർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതവരുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രമാണ്. അതിലിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ദേവിക തീർത്തും പറഞ്ഞു. എന്നിട്ട് അവരെയും കടന്ന് മുന്നോട്ടേക്ക് നടന്നു. കാരണം അവരുടെ ഉള്ളിലിരിപ്പ് അവൾക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം. അങ്ങനെ അങ്ങ് പോയാലോ? ബാക്കി കൂടെ കേട്ടിട്ട് പോ പൊന്നുമോള്. ദേ ഈ നിൽക്കുന്ന ഇവളില്ലേ അനാമിക, ഇവൾ ആരെന്ന് നിനക്കറിയോ? കാവുമ്പാട്ടെ ആദിദേവിൻ്റെ ഭാര്യയാണിവൾ. നാളെ വീണ്ടും ഒരുമിച്ച് ജീവിക്കേണ്ടവർ. അങ്ങനെയുള്ള അവരുടെ വീട്ടിൽ നീ നിന്റെ കൊച്ചും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ശരിയാണോ? സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും തുണി വാങ്ങിത്തരാനും ഒന്നും ഇവൾ ആദിയുടെ സ്വന്തം കുഞ്ഞൊന്നുമല്ലല്ലോ. ഉവോ? ജീന പിന്നിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അവളുടെ ആ ഒറ്റ ചോദ്യത്തിൽ ദേവിക തറഞ്ഞു നിന്നുപോയി. ശരിയാണ്. ഇന്നലെ വൈകിട്ട് ഒരുപാട് തുണികളും സാധനങ്ങളും കളിക്കോപ്പുകളും ഒക്കെ കൊണ്ടാണ് തത്തമ്മ തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നത്. പോരാത്തതിനൊരു സൈക്കിളും. അവൾ അവിടെ നിന്ന് തന്നെ ഒരു നിമിഷം ആലോചിച്ചു. ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത്. അനാമിക അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഇതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നത്? നേരിട്ട് ആദിദേവനോട് തന്നെ ചെന്ന് പറഞ്ഞാൽ പോരെ? ദേവിക തിരിഞ്ഞു എന്ന് അവരോട് ചോദിച്ചു, വളരെ ശാന്തതയോടെ. പൊടുന്നനെയാണ് ഒരു കാറ് വന്ന് ജീനയുടെ കാറിന് മുമ്പിൽ വന്ന് നിർത്തിയത്. അതിൽ നിന്നും അപ്രതീക്ഷിതമായി പാഞ്ഞിറങ്ങി വന്ന മഹർഷിയുടെ ദേഷ്യത്തോടെയുള്ള മുഖം അനാമികയിലും ജീനയിലും ഒട്ടൊരു പേടി നിറച്ചു. മഹർഷി, ഇവരില്ലേ എന്നെ അമ്മയും വഴക്ക് പറഞ്ഞു, പേടിപ്പിച്ചു. മഹർഷിയുടെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. അത്രയും നേരം പമ്മി നിന്നവൾ ആദിയെ കണ്ടതും അവൻ്റെ അരികിലേക്ക് ഓടി. സ്റ്റോറി വായിക്കുന്നവരെല്ലാം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.